നമസ്കാരം. മിക്ക പ്രവാസികളുടെയും ആഗ്രഹമാണ് കുടുംബത്തെ ഗൾഫിൽ കൊണ്ടുപോകണമെന്നുള്ളത്. പലരും ഗൾഫിലെത്തിയ ശേഷം പ്രിയപ്പെട്ടവർക്ക് വിസ അയച്ചു കൊടുക്കാറുണ്ട്. UAE നിവാസികൾക്ക് ഒരു സുവർണ അവസരം എത്തിയിട്ടുണ്ട്. ഇനി സ്വന്തം സ്പോൺസർഷിപ്പിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ സാധിക്കും. 30, 60, 90 ദിവസ കാലാവധിയുള്ള വിസയിൽ കൊണ്ടുവരാനാണ് അനുമതി. തുല്യ കാലയളവിലേക്ക് പുതുക്കുകയും ചെയ്യാം. ICP വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്പ് എന്നിവയിലൂടെ ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ വിസ കാലാവധിക്ക് ശേഷം രാജ്യം വിടാത്തവർക്കെതിരെ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1 മുതൽ 3 മാസം വരെ കാലാവധിയുള്ള സിംഗിൾ എൻട്രി, ഒന്നിലേറെ തവണ യാത്ര ചെയ്യാവുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ്. വിസ ലഭിച്ചാൽ 60 ദിവസത്തിനകം രാജ്യത്ത് പ്രവേശിച്ചാൽ മതി. ICP വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ ഡിജിറ്റൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം വിസ ഓപ്ഷനിൽ പ്രവേശിച്ച് സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ സെലക്ട് ചെയ്യണം. പിന്നീട് വിസിറ്റ് എ റിലേറ്റീവ് ഓർ ഫ്രണ്ട് എന്ന ഓപ്ഷനിൽ ആവശ്യമുള്ള കാലാവധി അനുസരിച്ച് സെലക്ട് ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ നൽകി ഫീസ് അടച്ചാൽ തത്സമയം ഡിജിറ്റലായി തന്നെ വിസ ലഭിക്കും. വ്യക്തിയുടെ പേരും വിലാസവും തെറ്റുകൂടാതെ രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കിയ ശേഷമേ അപേക്ഷ സമർപ്പിക്കാവൂ. ഇനി ചില നിബന്ധനകൾ കൂടിയുണ്ട്. അപേക്ഷകൻ 6 മാസ കാലാവധിയുള്ള പാസ്പോർട്ട്, മടക്കയാത്രാ ടിക്കറ്റ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കണം. വിസ ഉടമ UAE പൗരന്റെയോ UAE വിസക്കാരന്റെയോ സുഹൃത്തോ ബന്ധുവോ ആയിരിക്കണം. ICP നിർദ്ദേശിക്കുന്ന 1-2 വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് മാത്രമേ സ്വന്തം സ്പോൺസർഷിപ്പിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിസ എടുക്കാനാകൂ. ബിരുദം, അടിസ്ഥാന യോഗ്യത ആവശ്യമുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്നവരെയാണ് 1-2 വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സമാഗമത്തിലൂടെ സന്തോഷവും ജീവിത നിലവാരവും ഉയർത്തുന്നതിനാണ് പുതിയ വിസ നൽകുന്നതെന്നാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത്. നിലവിൽ 10,000 ദിർഹം ശമ്പളമുള്ളവർക്ക് മാത്രമേ മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും സ്പോൺസർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഭാര്യയെയും മക്കളെയും കൊണ്ടുവരുന്നതിന് 3,000 ദിർഹവും കമ്പനി താമസ സൗകര്യവും ഉണ്ടായിരിക്കണം. താമസ സൗകര്യമില്ലാത്തവർക്ക് കുറഞ്ഞത് 4,000 ദിർഹമാണ് കുടുംബത്തെ കൊണ്ടുവരാനുള്ള ശമ്പള പരിധി. ഇന്ത്യയിൽ നിന്ന് ജോലി തേടി പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് UAEയിലാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ ആകെ ജീവിക്കുന്ന പ്രവാസികളുടെ എണ്ണം 90 ലക്ഷം കടന്നിട്ടുണ്ട്. ഇവിടങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്തു വരുന്നുണ്ട്. 1971 രാഷ്ട്ര രൂപവൽക്കരണത്തിന് മുൻപ് തന്നെ ഇന്ത്യയിൽ നിന്നും തൊഴിൽ കുടിയേറ്റം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേർ എത്തിയത് കേരളത്തിൽ നിന്നാണ്. ലോകത്തിലെ ഏതൊക്കെ മനുഷ്യർ അവരുടെ ഭാഷയിലും സംസ്കാരത്തിലും ജീവിച്ചുകൊണ്ടാണ് UAEയുടെ ഭാഗമാകുന്നത്. ലോകത്തിലെ അതിദാരിദ്ര്യമായതു മുതൽ സമ്പന്നമായ രാജ്യങ്ങളിലെ വരെ മനുഷ്യരുടെ തൊഴിലിടമായി UAE മാറിയിട്ട് പതിറ്റാണ്ടുകളായി. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന മനുഷ്യർക്ക് തങ്ങളുടെ തൊഴിൽ ജീവിതവും അതോടൊപ്പം കുടുംബജീവിതവും നയിക്കാൻ സഹായമാകുന്ന രീതിയിലാണ് ജീവിത കാഴ്ചപ്പാടുകൾ UAE നിർമ്മിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതിയ തലമുറയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, വൈജ്ഞാനികം, സാങ്കേതിക മേഖലയിലുള്ള ചുവടുവയ്പ്പാണ്. ഒരു കാലത്ത് ഒട്ടകങ്ങളിലൂടെ യാത്ര ചെയ്ത ഒരു സമൂഹം ഇന്ന് എയർ ടാക്സി സംവിധാനത്തിലൂടെയും ഡ്രൈവർ ഇല്ലാത്ത മെട്രോ സംവിധാനത്തിലൂടെയും നവസാങ്കേതിക വിജ്ഞാനത്തിന്റെ അതിരില്ലാത്ത ഇടങ്ങളിലേക്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.